ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പുതുവർഷത്തിൻ്റെ രണ്ടാമത്തെ ദിവസം നിങ്ങളോടുകൂടെ സമയങ്ങൾ ചെലവഴിക്കപ്പെടുവാൻ എന്നെ പ്രാപ്തനാക്കുന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ദൈവം ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണല്ലോ: നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമാകുന്ന ദേശം ആകുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് നൽകുന്ന നന്മകളുടെ മേൽ, ദൈവം നമുക്ക് തരുന്ന സകലത്തിൻ്റെ മേൽ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ ദൃഷ്ടി ഇരിക്കപ്പെടുവാൻ ഇടയാകും. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു വർഷം ദൈവം നിങ്ങളെ കടത്തിവിടുന്ന ജീവിത അനുഭവങ്ങളുടെ നടുവിൽ പ്രതീക്ഷിക്കാത്ത പലതും, നിങ്ങൾ സ്വപ്നം കാണാത്ത പലതും, നിങ്ങൾ ആഗ്രഹിക്കാത്ത പലതും സംഭവിച്ചെന്ന് വന്നേക്കാം. അവിടെ പലപ്പോഴും നാം പല വാർത്തകൾ കേട്ട് സ്തംഭിച്ചു പോകേണ്ടി വന്നേക്കാം. എന്നാൽ ധൈര്യത്തോടെ പറയണം, ഇത് ദൈവം എനിക്ക് തന്നിരിക്കുന്നതാണ്. ഇത് ദൈവം എനിക്ക് കൈവശമായി അവകാശമായി തന്നിരിക്കുന്നതാണ്. ഇവിടെ എന്ത് പോരായ്മകളുണ്ടായാലും, എന്ത് വേദനകളുണ്ടായാലും, എന്ത് പ്രതിസന്ധികളുണ്ടായാലും എൻ്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി ഇതിൻ്റെ മേൽ ഉണ്ട്. എൻ്റെ ആരോഗ്യത്തിൻ്റെ മേൽ ശത്രു ദൃഷ്ടി വെച്ചോട്ടെ, എൻ്റെ സമ്പത്തുകളുടെ മേൽ ദുഷ്ടൻ അവകാശം പറഞ്ഞോട്ടെ, പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടി അതിൻ്റെ മേൽ ഉണ്ടാകും. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നിശ്ചയമായും ഈ പുതുവർഷത്തിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേൽ, നിങ്ങളുടെ സമ്പത്തിൻ്റെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ, അവർ ആയിരിക്കുന്ന ദേശങ്ങളുടെ എപ്പോഴും ഉണ്ട് എന്ന ഉറപ്പോടെ, ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം. അങ്ങനെ ദൃഷ്ടി വയ്ക്കുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം പറയാം. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി അതിന്മേൽ ഇരിക്കുന്നു. അതെ, ധൈര്യപ്പെടാം. അവകാശം പറയാൻ, പറിച്ചു കളയാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, പിച്ചു ചീന്താനൊക്കെ ദൃഷ്ടി വെക്കുന്ന ശത്രുവിൻ്റെ ദൃഷ്ടിയുടെ മീതെ ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അവൻ തൻ്റെ ദൃഷ്ടി കൊണ്ട് നമ്മളെ മറയ്ക്കട്ടെ, കരുതട്ടെ, സംരക്ഷിക്കട്ടെ. യഹോവയുടെ ദൃഷ്ടിയിൽ മറഞ്ഞിരിപ്പാൻ കഴിയുന്നത് ഒന്നുമില്ലല്ലോ. ആകയാൽ ദൈവത്തിൻ്റെ കണ്ണുകളെ ഓർത്ത് നമുക്ക് സ്തോത്രം പറയാം. ആ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാണ്. ആ കണ്ണ് ഏത് കാര്യങ്ങളെയും ദൂരെ നിന്ന് സൂക്ഷ്മമായി നിരീക്ഷിപ്പാൻ കഴിയുന്ന കണ്ണുകളാണ്. അവന് മുമ്പിൽ ഒന്നിനും മറഞ്ഞിരിപ്പാൻ കഴിയില്ല. ആ ദൈവിക ദൃഷ്ടിയാൽ സംരക്ഷിക്കപ്പെടുന്ന ദിവസങ്ങളായി വരും ദിവസങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.